ഞാൻ സ്റ്റേജിൽ ചിരിച്ചു പോയിട്ടുള്ള ആർട്ടിസ്റ്റുകളിൽ ഒരാളാണ് നിയാസിക്ക. അപ്പൊ പലപ്പോഴും പല ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് നമ്മൾ ചിരിച്ചു പോകാറുണ്ട്. അപ്പൊ അങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ചിരിക്കും. ഇപ്പൊ ഇത് പെർഫോം ചെയ്യുന്നതാണെന്നും ജനങ്ങളെ ചിരിപ്പിക്കാനാണെന്നും എനിക്കും അറിയാം. പക്ഷെ എങ്കിൽ പോലും അതും പോലും മറന്നിട്ട് നമ്മൾ ചിരിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അതൊക്കെ ഇത്രയും വളരെ തന്മയത്വത്തോടു കൂടി അഭിനയിക്കുന്ന ഒരാളാണ്. എനിക്ക് അഭിനേതാക്കളിൽ ഇഷ്ടമുള്ള ഒരു 10 പേരെ എടുത്താൽ അതിൽ ഒന്ന് നിയാസിക്കയുടെ പേരും കൂടി ഉണ്ടെന്നുള്ളതാണ്. വർഷ ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ, കൊച്ചി, കാലിക്കറ്റ്, മലപ്പുറം, കണ്ണൂർ. പല സിനിമകളിലും നമ്മൾ ക്യാരക്ടേഴ്സ് കാണുമ്പോൾ ഇപ്പോൾ ഇക്ക ഗ്രാമഫോണിലായാലും ഇഷ്ടത്തിലായാലും ഒക്കെ ഇക്ക വളരെ സീരിയസ് ആയിട്ടാണ് ചെയ്യുന്നതും, പക്ഷെ നമുക്ക് ചിരി വരുന്ന രീതിയിലുള്ള പ്രസൻസ് ആണ്. അത് ഒരു അങ്ങനെ അഭിനയിക്കാൻ വലിയ പാടുള്ളൊരു കാര്യമാണ്. ഇപ്പം എല്ലാവരും ചെയ്യുന്ന പോലെ ഇക്ക ഒരു ഓവർ കാണിക്കും ഒന്നുമില്ല, ഇക്ക വളരെ സീരിയസ് ആയിട്ട് അങ്ങനെയല്ലേ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അറിയാതെ നമ്മൾ ആ കഥാപാത്രത്തിനോട് സത്യസന്ധമായിട്ട് നിന്നാ മതി. അതെ അതെ അതെ, ആ കഥാപാത്രമായാൽ മതി. നമ്മൾ അവിടെ കോമഡി കാണിക്കാൻ നിൽക്കേണ്ട കാര്യമില്ല. തമാശ അതിലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വന്നോളും. പ്രത്യേകിച്ച് തമാശ കാണിക്കാൻ നിൽക്കുമ്പോഴാണ് പ്രശ്നം. നമ്മുടെ പ്രേക്ഷകർ പൊതുവെ അങ്ങനെ പറയാം, തമാശയാണല്ലോ എന്താന്ന് കാണട്ടെ എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡിലാവും ആളുകൾ ഇരിക്കുക. നമ്മൾ തമാശ കാണിക്കണ്ട, അതിൽ ഓൾറെഡി ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ അതിന് വേണ്ട രീതിയിൽ പണിത് വെച്ചിട്ടുണ്ടാവും. പിന്നെ ഡയറക്ടർ അതിന്റെ ഒരു സെൻസ് വെച്ചിട്ടായിരിക്കും നമുക്ക് ആ സീൻ സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ അതിനോട് സത്യസന്ധമായിട്ട് കൂറ് പുലർത്തി നിന്നാൽ മതി. പിന്നെ ചുറ്റുപാടുമുള്ള ഒരുപാട് കഥാപാത്രങ്ങളിൽ നിന്നും നിയാസിക്ക ഒബ്സർവ് ചെയ്ത് ഒരുപാട് സംഭവങ്ങൾ എടുക്കാറുണ്ട്. നിങ്ങളുടെ നാട്ടിൻപുറത്തുള്ള ചില മുസ്ലിം കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ ചില പ്രത്യേകതകളുള്ള ആളുകൾ പ്രസംഗിക്കുമ്പോൾ ആ ഒരു വൈറൽ വീഡിയോ ഉണ്ടായിരുന്നല്ലോ ഇല്ലേ, ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്ന സഭാകമ്പം. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു വേർഷൻ നമുക്ക് വേണ്ടിയിട്ടൊന്ന് കാണിക്കാൻ പറ്റും. പ്രശാന്ത്, ഞാൻ ആദ്യമായിട്ട് ഇന്റർവ്യൂവിന് ഇരിക്കുന്ന ഒരാളാന്ന് വിചാരിക്കാം. ഓക്കെ ഒരു ക്വസ്റ്റ്യൻ നീ ചോദിച്ചോ, സഭാകമ്പുള്ള ഒരാളായിട്ട് ഞാൻ അതിന് മറുപടി അങ്ങനെ ആവാലോ. പ്രസംഗം തന്നെ വേണമെന്നില്ല. അപ്പൊ ഞാൻ ആദ്യമായിട്ട് പടത്തിലൊക്കെ ഒരു ചാൻസ് കിട്ടി, പക്ഷെ ഇന്റർവ്യൂവിനൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല. അതിലുള്ളൊരു സഭാകമ്പം എനിക്കുണ്ട്. അത് നീ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ഞാൻ ആ രീതിയിൽ പ്രസന്റ് ചെയ്യും. ശരി. അപ്പോൾ ഇന്ന് ഇൻ്റർവ്യൂവിന് നമ്മുടെ കൂടെ ഇരിക്കുന്നത് നിയാസ് എന്ന് പറയുന്ന ഒരു പുതിയ ഒരു താരമാണ്. അദ്ദേഹം ആദ്യമായിട്ടാണ് ക്യാമറയ്ക്ക് മുമ്പിൽ ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി ഇരിക്കുന്നത്. നമസ്കാരം നിയാസ്. നമസ്കാരം. നിയാസ് ഇപ്പോൾ സിനിമയിൽ വന്നു അല്ലേ? പുതിയ സിനിമ, അതിൻ്റെ വിശേഷങ്ങളും പങ്കുവയ്ക്കാൻ വേണ്ടി നമ്മൾ ഇൻ്റർവ്യൂവിന് ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ നിയാസിന് എന്താണ് പറയാനുള്ളത്? ഇന്റർവ്യൂവിന് നിയാസിന് പുതിയ ചിത്രത്തെക്കുറിച്ചൊരു വിശേഷങ്ങൾ പറയാനുണ്ടല്ലോ, എന്താണ് നിയാസിന് പറയാനുള്ളത്? അതായത് ഞാൻ സിനിമയിൽ അഭിനയിച്ചു. അപ്പോൾ അത് അല്ല, നിയാസ് ആ ചിത്രത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ ചിത്രത്തിലേക്ക് വരാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന്? അത് ഞാൻ ഇങ്ങനെ നമ്മൾ ഈ പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ചാൻസ് ചോദിച്ചിട്ട് പോയിണ്ടായിരുന്നു നമ്മുടെ ഡയറക്ടർ സാറിൻ്റെ അടുത്ത്. അങ്ങനെ ചാൻസ് ചോദിച്ചു. അപ്പോൾ വേറൊരു ദിവസം വരാൻ പറ്റുമെന്ന് ചോദിച്ചു എന്നോട്. പറഞ്ഞോളൂ. അപ്പോൾ വേറൊരു ദിവസം വരാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ വേറൊരു ദിവസം വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് അങ്ങനെ പോയി. എന്നിട്ട് എന്തുണ്ടായി? എന്നിട്ട് അങ്ങനെ ഈ ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് വരാൻ പറഞ്ഞു. ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് ശ്വാസം ഉണ്ട് സാറേ. ചുണ്ടിന്റെ വിറവലും സഭാകമ്പം ഇത് തന്നെയാണ് പ്രസംഗിക്കുമ്പോ ഉണ്ടാവുക. അതെ. എന്നാലും ഞാനത് റിപ്പീറ്റ് ഒരുപാട് തവണ കണ്ട ഒരു നല്ല രസകരമായിട്ടത് നവാസിക്കയും നിയാസിക്കയും കൂടി ഒരു കോമ്പിനേഷനും കൂടി. പിന്നെ അതിലൊരു നവാസൊക്കെ ഒരു വിക്കനായിട്ട് വരുന്നൊരു സ്കിറ്റ് നമ്മൾ ചെയ്യുമായിരുന്നല്ലോ, വിക്കുള്ള കൗണ്ടർ അടിക്കുന്നത്, കുടിയനാണ് അപ്പുറത്ത് നിന്ന് കൗണ്ടർ അടിക്കുന്നത്. അതൊക്കെ ഗംഭീര. ആ സമയത്തൊക്കെ നമ്മൾ ചെയ്തിട്ടുള്ള ഏറ്റവും മനോഹരങ്ങളായിട്ടുള്ള രസമായിട്ടുള്ള സ്കിറ്റുകളായിരുന്നു. ഒരുപാട് അനുഭവങ്ങളുള്ള ആളാണ്. TV ഷോസ് എത്രയോ വർഷക്കാലമായിട്ട് ചെയ്യുന്നു. സിനിമയിൽ ഇപ്പോൾ വെങ്കലം മുതൽ ഇങ്ങോട്ട് ഈ നമ്മുടെ പ്രാവൻകൂട് ഷാപ്പ്,
അടുത്ത അങ്ങനെയുള്ള പടങ്ങളിലേക്ക് എത്തി നിൽക്കുന്നു. സ്റ്റേജ് ഷോയിൽ കിട്ടിയ അനുഭവങ്ങൾ വേറെ. അപ്പോൾ ഇതിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും, രസകരവും അല്ലെങ്കിൽ നമുക്ക് തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഷോയ്ക്ക് പോയിട്ടുള്ളതിൽ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഷോക്കുണ്ട്. അതെന്ന് വെച്ചാൽ ഗൾഫിൽ ഷാർജയിൽ ഒരു ഷോയുടെ ഭാഗമായിട്ട് ഇപ്പോൾ തിരൂർ സംഘടനയുടെ ഒരു പ്രോഗ്രാമിന് തിരൂർ അസോസിയേഷൻ ആ ഷോയ്ക്ക് പോകുമ്പോൾ ഞാനും അന്ന് നമ്മുടെ കൂടെ മണി ഷൊർണൂർ, പിന്നെ നമ്മുടെ ജയദേവില്ലേ, കലവൂർ ജയദേവ്, ഞങ്ങളൊരു ചെറിയൊരു പ്രോഗ്രാം ഞങ്ങളൊരു 3 പേരും കൂടി പോവുകയാണ്. അപ്പം ഞാനിങ്ങനെ ഒരുപാട് പോയിട്ടുള്ളതുകൊണ്ട് നമുക്ക് പിന്നെ നമ്മുടെ അപ്പം മണി ഷൊർണൂരിനെയും ജയദേവല്ല ശ്രദ്ധിക്കണം കേട്ടോ, വേറെ ഇതോ എല്ലാം കറക്റ്റായിട്ട് പാസ്പോർട്ടൊക്കെ ഇല്ലേ, കറക്റ്റില്ലേ, വിസ ഒക്കെ ഇല്ലേ. അപ്പം ഇങ്ങനെ നിൽക്കുകയാണ്, എംബസിയിൽ സീൽ ചെയ്തിട്ട് അപ്പുറത്തേക്ക് അടക്കണമല്ലോ. ഈ സമയത്ത് എൻ്റെ വിസ എടുത്തിട്ട് അവർ പരസ്പരം എന്താണ്ടൊക്കെ പറയുന്നുണ്ട്. സംഗതി അങ്ങനെ എന്നെ കടത്തണല്ലോ, ഇവർ രണ്ടുപേരും കടന്നും പോയി. എന്താ സംഭവം ഒന്നും മനസ്സിലാവണില്ല, എന്താ സംഗതി പിടുത്തം കിട്ടണ്ടേ. ഈ വിസയ്ക്ക് അങ്ങോട്ട് കടക്കാൻ പറ്റില്ല, അത്രേ ഉള്ളൂ. ഈ വിസയ്ക്ക് പുറത്തേക്ക് കടക്കാൻ പറ്റില്ല. അങ്ങനെ അവിടുന്ന് തന്നെ എന്നെ ഒരു അറബി അവിടുന്ന് പിടിച്ച് കൊണ്ടുവന്ന് അതിന് ഈ എയർപോർട്ടിനകത്ത് തന്നെ ഒരു ജയിലുണ്ട്. ജയിലെന്ന് പറഞ്ഞാൽ ഒരു മറച്ച് കെട്ടിയിട്ട് ഒരു ഏരിയ, അതിനുള്ളിൽ കൊണ്ടുപോവാ. ഞാൻ കുറേ പറയുന്നുണ്ട്, ഐ ഹാവ് എ പ്രോഗ്രാം ടുഡേ അൽനാസർ ഓഡിറ്റോറിയം, ഐ ഡോണ്ട് നോ എന്നൊക്കെ പറഞ്ഞ് അറിയാവുന്ന ഇംഗ്ലീഷ് കഷ്ണങ്ങളും ഭാഷ അറിയില്ലല്ലോ. മലയാളത്തിലും ഇംഗ്ലീഷിലും തമിഴിലും എനിക്ക് എന്തൊക്കെ ഭാഷയിൽ ഞാൻ അയാളുടെ അടുത്ത് ഇതൊന്നും കേൾക്കുന്നില്ല. നമുക്കാകെ കുറേ ശബ്ദം കേൾക്കാം, എന്നൊക്കെ കേൾക്കാന്നല്ലാതെ എന്താന്നൊരു പിടുത്തമില്ല. എൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് സംഭവം എന്താണെന്നറിയോ, ഒരാഴ്ച മുൻപ് ഏഷ്യാനെറ്റിൻ്റെ മൈലാഞ്ചി എന്നുള്ള പ്രോഗ്രാമിൻ്റെ ഒരു ഗ്രാൻഡ് ഫിനാലെ അവിടെ വെച്ച് നടന്നിട്ട് അബുദാബിയിൽ. അങ്ങോട്ട് ഒരു വിസ ഓൾറെഡി എടുത്ത സമയത്താണ് തിരൂർ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും UAE-ലേക്ക് ഒരു വിസ എടുക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആദ്യത്തെ വിസ ക്യാൻസലായി പോകുന്നു, അത് നമുക്കറിയില്ല. അപ്പം ഞാൻ ഏഷ്യാനെറ്റിൻ്റെ പ്രോഗ്രാമിന് പോയേക്കണത് തിരൂർ സംഘടന എടുത്തു തന്ന വിസയായിട്ടാണ് പോയേക്കണേ. നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഈ വിസ നമ്പറോ കാര്യങ്ങളൊന്നും നോക്കണ പരിപാടിയില്ല. വിസ നമുക്കങ്ങനെ അടുപ്പിച്ച് പ്രോഗ്രാം വരുന്നതൊന്നും ഉണ്ടായിട്ടില്ല അനുഭവം. ഈ ഒരാഴ്ചയിൽ തന്നെ 2 പ്രോഗ്രാം വന്നു. നമുക്കതിൻ്റെ മറ്റുള്ള ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളോ സംഭവങ്ങളോ ഒന്നും അറിയില്ല. ഈ വിസയ്ക്ക് നമ്മൾ കയറിപ്പോയിട്ടുള്ള ഏഷ്യാനെറ്റിൻ്റെ പ്രോഗ്രാമിന് പോയേക്കണത് തിരൂർ സംഘടന രണ്ടാമതടിച്ച വിസയ്ക്കാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഒരാൾക്കൊരു വിസ മതിയല്ലോ. ഒരാൾ വന്ന് എൻട്രി ചെയ്തിട്ട് അവിടുന്ന് തിരിച്ച് റീ എൻട്രി ചെയ്ത് ഇങ്ങോട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം അടുത്ത വിസ ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. നമുക്കത് അറിയില്ല. എക്സിറ്റ് ആവണം. ഒരാൾക്ക് ഒരാഴ്ചയിൽ UAE-ക്ക് വരാൻ വേണ്ടി 2 വിസയുടെ കാര്യം എന്താ, നോർമലി അങ്ങനെയാണ്. അപ്പോൾ രണ്ടാമതൊരു വിസയും കൂടി അപ്ലൈ ചെയ്തപ്പോൾ ഓട്ടോമാറ്റിക്കലി ആദ്യത്തെ വിസ ക്യാൻസലായി പോയി. ഇത് നമുക്ക് അറിഞ്ഞൂടാ. ഞാനപ്പോൾ പോയിട്ടുള്ളത് ഏഷ്യാനെറ്റിൻ്റെ പ്രോഗ്രാമിന് പോയേക്കണത് ഈ രണ്ടാമത് എടുത്തു തന്ന അപ്പോൾ കയറ്റി വിട്ടു, ഒരു വിസ ഉണ്ടല്ലോ റെഡി. അതിൽ തിരിച്ചു വന്നു. രണ്ടാമത് ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്ത് പോകുന്നത് തിരൂർ സംഘടനയുടെ ഞാൻ പോയി വന്ന വിസയ്ക്കാണ്. ആ വിസയിൽ ഞാൻ പോയി വന്നു. പിന്നെ ആ വിസയിൽ പോകാൻ പറ്റില്ല. അവിടെ ചെന്ന് ഈ പറഞ്ഞ പോലെ ജയിലിൽ എൻ്റെ പൊന്ന് പ്രശാന്തേ, അവിടെ ചെന്ന് നോക്കിയപ്പോൾ 1-2 നീഗ്രോസൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് എന്തൊക്കെ കണ്ടാൽ ഇങ്ങനെ പേടിയാവണ തരത്തിലുള്ള കറുത്ത് കരുവീട്ടി പോലെ ഇരിക്കുന്ന 2 ആൾക്കാർ. ഒരു മലയാളി ഒരു മൂലയിൽ ഇരുന്നിട്ട് ഞാൻ അപ്പോഴും പറഞ്ഞാണ്, എനിക്കറിയില്ല, ഞാൻ 100 പ്രാവശ്യം പറയാം, എനിക്ക് പറ്റില്ല. എന്താ കാര്യമാണാവോ, അയാളുടെ ജീവിതമായിട്ട് അയാൾ കരഞ്ഞിരിക്കുന്ന ഒരാളൊരു മൂലയിൽ, വേറൊരാളിങ്ങനെ ബംഗ്ലാദേശിൽ നിന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ ഈ ഒരു കെട്ട് ഭാണ്ഡം ബാഗൊക്കെ തലയിൽ വെച്ചിട്ട് ആ ലോഹ പോലത്തെ ജുബൊക്കെ ഇട്ട് ഒരാളിങ്ങനെ കിടക്കുന്നുണ്ട്. വേറെ 1-2 ആൾക്കാരൊക്കെ ആ മൂലയിൽ ഇരിക്കുന്നുണ്ട്. ഒരാൾ അവിടെ നിന്ന് നമസ്കരിക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിലേക്കാണ് നമ്മളെ പിടിച്ചുകൊണ്ടേയിരുത്തിയിരുന്നത്. എന്താ കാര്യം എന്ന് എനിക്ക് പിടുത്തമില്ല. ഞാൻ അതിൻ്റെ ഉള്ളിൽ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് എനിക്ക് വീർപ്പൊട്ടി ഞാൻ ഇങ്ങോട്ട് പുറത്ത് കിടന്നപ്പോൾ അവിടെ പോലീസുണ്ട്. ഞാൻ പറഞ്ഞു, സാർ
I don't know what is matter. I don't know, sir. I have programmed. What the hell? പോയിരിക്കും അവിടെ എന്നാണ് പോയിരിക്കും, വർത്താനം പറയല്ലേ, അവിടെ പോയിരിക്കും. സംഗതി എന്താണെന്നൊരു പ്രത്യേക. ഞാൻ ഈ 2-3 പ്രാവശ്യം വരുന്നതിൻ്റെ ഇടയിൽ മണി എക്സ്ചേഞ്ചിൽ ജോലി ചെയ്യുന്ന എയർപോർട്ടിനകത്ത് തന്നെ ഒരു മലയാളി ഉണ്ട്. അയാൾ ഇങ്ങോട്ട് കടന്നു ന്യാസ്ക എന്ന് വിളിച്ചു. അപ്പോൾ എനിക്കൊരാൾ പരിചയമുള്ള ഒരാൾ വന്ന് എന്തേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ എൻ്റെ അടുത്ത് സംസാരിക്കേണ്ട, എന്നെ ഇങ്ങോട്ട് കടത്തി വിടാതെ, എനിക്കത് നമ്പർ സാർ പറഞ്ഞൊരു കോൾ ചെയ്യട്ടെ എന്ന് ഇങ്ങനെ അടുത്ത് പോലീസ് സ്റ്റേഷൻ. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവൻ്റെ എനിക്കൊരു ഫോണൊന്ന് തരും, എനിക്കൊന്ന് നമ്പറിലേക്ക് വിളിക്കാം. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്തിനെ, അഷറഫ് എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തിനെ ഞാൻ ഫോൺ ചെയ്ത് വിളിച്ച് ഞാൻ എൻ്റെ കാര്യം പറഞ്ഞു. ഇതാടാ എന്താ കാര്യം എന്നറിയില്ല എന്ന് പറഞ്ഞു. അവൻ ഉടനെ ഞാൻ വന്ന ഏത് ഫ്ലൈറ്റിനാന്ന് ചോദിച്ചാൽ എയർ ഇന്ത്യക്കാണ് വന്നത്. ഓക്കെ, എയർ ഇന്ത്യയുടെ ഇതിലേക്ക് വിളിച്ചു, ഓഫീസിൽ വിളിച്ച് നിങ്ങളുടെ ഒരു പാസഞ്ചറിനെ ഇങ്ങോട്ട് പുറത്തേക്ക് കടത്തി വിടാതുണ്ട്, എന്താ കാര്യം എന്ന് അന്വേഷിക്കണം. ആ വഴിയാണ്, അങ്ങനെ അവൻ്റെ അന്വേഷണം വഴി നേരെ കമ്മിറ്റി ഇതിൽ നമ്മുടെ സിവിൽ സംഘടനയിൽ അവിടെ പുറത്തേക്ക് ഇറങ്ങിയവർ 2 പേരുണ്ടല്ലോ, അവർ ഈ കാര്യം പറഞ്ഞിട്ട് അവരും ഇതിനു വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവരായിട്ട് ലിങ്ക് ചെയ്ത് എങ്ങനെയോ പ്രശാന്ത ഒരു കണക്കിന് അവിടെ നിന്നൊരു ഞാനൊരു 11 മണിക്ക് ചെന്ന ആൾ 4 മണിയായപ്പോഴാണ് ഈ മറ്റേ എയർ ഇന്ത്യയുടെ ഒരു ഓഫീസർ അയാൾ വന്നിട്ട് ഇവർ തമ്മിലുള്ള കണക്ഷനിൽ ഏഷ്യാനെറ്റിൽ വിളിച്ചിട്ട് സംഭവം എന്താണെന്ന് മനസ്സിലായി, ഇവർ അന്വേഷിച്ചിട്ട്. അങ്ങനെ ക്യാൻസൽ ആയിട്ടുള്ള ആദ്യത്തെ വിസ റീഓപ്പൺ ചെയ്ത് അങ്ങനെ ആ വിസ കോപ്പി കൊണ്ടുവന്നിട്ട് അവർ തന്നെ ഞെട്ടി. ഇവിടെ എംബസിയിൽ ഇരിക്കുന്ന ആൾക്കാർ ഇയാൾ ആരായിരിക്കും, കാരണം പെട്ടെന്ന് അന്ന് തന്നെ വിസ ഉണ്ടാക്കി കൊണ്ടുവരും. അങ്ങനെ ആ വിസ എടുത്തിട്ട് ഞാൻ പുറത്തേക്ക് അടുത്ത എൻ്റെ ഒരു അനുഭവമുണ്ട്. അതെൻ്റെ ജീവിതത്തിൽ ഒരു കാലത്തും കാരണം നമ്മൾ സാധാരണ ചെന്നിറങ്ങുമ്പോൾ നമ്മളെ അവർ സംഘാടകർ പൂച്ചണ്ടൊക്കെ കൊണ്ടുവന്ന് റോസാപ്പൂവൊക്കെ തന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ സ്വീകരിച്ചു കൊണ്ടുവന്ന അനുഭവമല്ലേ ഉള്ളൂ. ഇത് ഇതുവരെ അനുഭവിക്കാത്തൊരു സംഗതിയാണ്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വിജയേട്ടൻ, അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സുഹൃത്താണ് ഇപ്പോൾ വിജയൻ കാനാത്ത്. ഇപ്പം എൻ്റെ സഹോദരൻ എന്ന് പറയാവുന്ന രീതിയിലുള്ള ബന്ധമാണ്, അതായത് എൻ്റെ ഒരു ജ്യേഷ്ഠൻ എന്ന് പറയാവുന്ന രീതിയിലുള്ള ബന്ധമാണ്. അദ്ദേഹമാണ് ഞങ്ങളെ വിളിച്ചത്. അദ്ദേഹം ഇങ്ങനെ പട്ടയിട്ട കത്തുന്ന രീതിയിലാണ്, മുഖം ചുമന്നിരിക്കുക, എന്നെ തല്ലിക്കോ എന്നുള്ള രീതിയിലൊക്കെയാണ് വിജയേട്ടൻ. ഞാൻ പറഞ്ഞു ഒന്നും സംസാരിക്കുന്നതല്ല, ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, വിശക്കുണ്ട്, വരൂ പറഞ്ഞിട്ട് എന്താ വിജയേട്ടന് ചെയ്തു തരേണ്ടതെന്നില്ല. എന്നിട്ട് വിജയേട്ടനും കാരണം പറ്റിപ്പോയൊരു സംഗതി നമ്മുടെ പറ്റി ഞാൻ അവരുടെ അടുത്ത് സൂചിപ്പിച്ചിരുന്നു, ഒരു വിസ ഒരേ ടൈമിൽ അങ്ങനെ എടുക്കാൻ പറ്റുമോ, ഇല്ല അത് കുഴപ്പമില്ലല്ലോ എന്നൊക്കെ ഞങ്ങൾ അതിന് മുൻപൊരു സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു സംഗതി ഉള്ളതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായതും ഈ റൂട്ട് അവർ വന്നത് ഇതായിരിക്കും കാരണം അങ്ങനെ വല്ല സംഭവിക്കുന്ന ഒരു അന്വേഷണം. അങ്ങനത്തെ ഒരു ജീവിതാനുഭവം ഒരു അതായത് ഇപ്പൊ പറയുന്ന പോലെ അത്ര രസകരമായിരുന്നു കേട്ടോ. അനുഭവിക്കുമ്പോഴത് മനസ്സിലാവുള്ളൂ. നമ്മൾ ഇനി ആരുമില്ല നമുക്ക് പറയാൻ, ഇത് ഇവിടെ തന്നെ കിടന്നു പോവെന്നൊക്കെ ചിന്തിച്ച് അവിടെ അങ്ങനെ ഇല്ല. ഈ വെള്ളിയാഴ്ച ദിവസമാണ് നമ്മൾ അന്ന് ചെല്ലണത്. അന്ന് 2 ദിവസം ശനി വ്യാഴം വെള്ളി അതങ്ങോട്ട് കഴിഞ്ഞിട്ടാണ് പിന്നെ അവർ തിരിച്ച് കയറ്റി വിടും ഇത്രേ നമ്മളെ നാട്ടിലേക്ക് തന്നെ, അല്ലാതെ ഇങ്ങോട്ട് കടത്തില്ല. അത്രേ പ്രോഗ്രാം പോവും, എല്ലാ പരിപാടികളും തകർന്നു പോകും. നമ്മുടെ മനസ്സിൽ ആദ്യം ജയിലിൽ നമ്മുടെ കേസ് എന്താന്ന് അറിയില്ലോ, വല്ല വേറെ വല്ലതാണോ എന്താന്ന് നമുക്ക് വിവരം അറിയില്ല, ഭാഷ അറിയില്ല. ആ ഒരു നടുങ്ങിപ്പോയിട്ടുള്ളൊരു അവസ്ഥയുണ്ട്. അത് വല്ലാത്തൊരു അനുഭവമാണ്. കലാരംഗത്ത് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഡോസാണത്.